ഹലോ. വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിനകത്ത് പോട്ട് മിക്സ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗം കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, ഈ രീതിയിലൊക്കെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം നമ്മുടെ ഗ്രോ ബാഗിനകത്ത് പിടിച്ച് വയ്ക്കും. കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണ് വളരെ കുറച്ച് മറ്റ് ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിനകത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇത്രയും ലൂസായിരിക്കും. അപ്പോൾ ഈ ലൂസ് ആകുന്നതുകൊണ്ട് നല്ല രീതിയിൽ എയർ ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നല്ല രീതിയിൽ ചെടികൾ വളരുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പഴയൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്തോട്ട് നമ്മൾ കരിയിലയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ കരിയിലക്കകത്ത് കാർബൺ കണ്ടൻറ്റ് പതുക്കെ ഇത് പിടിച്ച് വരികയും നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് കാലക്രമേണ ഏകദേശം ഒരു 2 മാസം കൊണ്ടൊക്കെ നന്നായിട്ട് ഉണങ്ങിയ കരിയില പൊടിഞ്ഞ് വരും. അത് അപ്പോഴും ഇതിനകത്ത് സ്ഥിരമായിട്ടൊരു ഗ്രോ ബാഗിനകത്തൊരു വളം നമുക്ക് എപ്പോഴും കാണാം. നമുക്ക് പ്രത്യേകിച്ച് പിന്നീട് വളമൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട, ചെറിയ രീതിയിൽ നമുക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് പച്ചില. ഈ പച്ചില എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊന്നേലയാണ്. ഈ കൊന്നേലയ്ക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനകത്ത് നൈട്രജൻ കണ്ടൻ്റ് ഉണ്ട്. അപ്പം നല്ലൊരു വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും ബേസിക്കായിട്ട് അല്ലെങ്കിൽ ബേസായിട്ട് ഒരു ഗ്രോ ബാഗിനകത്ത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെന്ന് പറഞ്ഞാൽ വെള്ളം കറക്റ്റായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ നടത്താനായിട്ടും നമ്മൾ ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പം ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് ഉമി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉമി ഈ സമയത്തൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യമുള്ളവർ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞാനിതൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വില കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ മേടിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ആട്ടിൻ കാഷ്ടം പൊടിഞ്ഞ്, അതായത് ആട്ടിൻ കാഷ്ടം കമ്പോസ്റ്റ് ചെയ്ത് കേട്ടോ. ഏകദേശം ഒരു 3-4 മാസത്തോളം കിടന്ന് ഒരു ചാക്കിനകത്ത് ഞാൻ കെട്ടി വെച്ചതാണ്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇത് കമ്പോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വെള്ളം നനച്ച് കെട്ടി വെച്ചാൽ മതിയായിരിക്കും. നല്ല രീതിയിൽ കുറച്ച് മണ്ണ് ഇതിനകത്തുണ്ട് കേട്ടോ. മണ്ണും കൂടെ ചേർത്താണ് ഇത് ചെയ്യേണ്ടത്. അപ്പോഴേ കറക്റ്റായിട്ട് ഇത് കമ്പോസ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഇത് ഇത്രയും, അതായത് ഈ ആട്ടിൻ കാഷ്ടം ഒക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി. കാരണം ഭയങ്കര വളമാണ് ഈ ആട്ടിൻ കാഷ്ടം. അത് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ല ദോഷമായിരിക്കും. പക്ഷേ പിന്നീട് വളർന്നു വരുമ്പോഴത്തേക്ക് അത് കറക്റ്റാവും. അതുകൊണ്ടാണ് കുറച്ച് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ 3 കൂടെ ചെയ്യുമ്പം ഇതിനകത്ത് ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും സെറ്റാകത്തില്ല. നമ്മുടെ സാധാരണ നമ്മൾ മണ്ണിടുന്ന പോലെ ഇത് ഒരിക്കലും സെറ്റാകത്തില്ല. ഇതിങ്ങനെ എപ്പോഴും ഇതിനകത്ത് ഈ ഒരു ലൂസ് കിടക്കും. അതുമാത്രമല്ല, ഈ ചകിരിച്ചോറായിക്കോട്ടെ അല്ലെങ്കിൽ ഉമി ആയിക്കോട്ടെ നല്ല രീതിയിൽ വെള്ളം പിടിച്ച് നിർത്തും. അപ്പം ഞാനിത് ഏറ്റവും താഴെ കരിയിലയും അതിൻ്റെ മേളിൽ പച്ചില ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 4-5 ഇഞ്ച് പൊക്കം, 4-5 ഒക്കെ മതി നമുക്കൊരു ബെഡ് തയ്യാറാക്കാനായിട്ട്. അതിൻ്റെ മേളിലോട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു കറത്തിനകത്താണ് നമ്മൾ ചെടി വെക്കുന്നത്. അപ്പം ഇതിന് ഏകദേശം ഒരു ഗ്രോ ബാങ്കിൻ്റെ 3/4 ഭാഗത്തോളമാണ് നമ്മൾ ഇതാക്കുന്നത്. അരഭാഗം മതി. അതിലും കുറച്ച് നമുക്ക് പിന്നീട് നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷേ ഇതായതുകൊണ്ട് ഞാൻ ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് എപ്പോഴും നമുക്കിതിനകത്ത് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഞാനിതിനകത്ത് NPK ഒക്കെ നമ്മൾ പിന്നെ ഇലകളിലാണ് സ്പ്രേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മാത്രമേ. ഇതിപ്പം സാധാരണ രാവിലെയും വൈകിട്ടും ഒക്കെ നനയ്ക്കുന്നതുകൊണ്ട് എപ്പോഴും ഇതിനകത്ത് നനയ്ക്കുകയും വേണ്ട. നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് വളം ഉണ്ട്. അതുപോലെ തന്നെ വെള്ളവും പിടിച്ച് നിർത്തും. അപ്പം ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.